ഇന്നൊരു ബാഡ് ഡേ ആയിരുന്നു. എന്ത് പറ്റി? നമ്മുടെ ഡിബേറ്റ് ഇല്ലേ, അതിന് എന്റെ ടീം തോറ്റ്. അതാണോ വലിയ പ്രശ്നം? കഴിഞ്ഞ പ്രാവശ്യം ആരാ ജയിച്ച? നിങ്ങൾ. അതിന് മുമ്പത്തെ പ്രാവശ്യം ആരാ ജയിച്ച? അപ്പൊ പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ തോക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അതെ, ജയിക്കാൻ മാത്രമല്ല, നമ്മൾ തോക്കാനും പഠിക്കണം. എല്ലാ പ്രാവശ്യവും നമ്മളങ്ങ് ജയിക്കില്ല. നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ അതിനേക്കാൾ നല്ല പോയിന്റ്സ് അവര് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ജയിച്ച് അവർക്കറിയാം നിങ്ങളുടെ ഒരു ലെവൽ എങ്ങനെയാ പറയാം. ഈ കാര്യത്തിൽ മാത്രമല്ല, ലൈഫിൽ നമുക്ക് എപ്പോഴും അങ്ങ് ജയിക്കാൻ പറ്റുമോ? പല സമയത്തും നമ്മൾ തോറ്റുപോയെന്നൊക്കെ ഇരിക്കും. തോറ്റുപോയത് നമ്മൾ ഡെസ്പാക്കി എടുക്കുകയല്ല ചെയ്യണ്ട. കേട്ടിട്ടില്ലേ, ഇന്നത്തെ മുറിവ് നാളത്തെ അറിവാണ്. ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായ ഫോൾസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കുമ്പോൾ അടുത്ത ഡിബേറ്റ് നിങ്ങൾ ജയിക്കും. അതാണ് അവര് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്കുണ്ടായ ഫോൾട്ട് എന്താണെന്ന് അവര് മനസ്സിലാക്കി അത് റിപ്പയർ ചെയ്തപ്പോൾ അവര് ജയിച്ചു. പിന്നെ എല്ലാ പ്രാവശ്യവും വിജയിക്കണമെന്ന് ഒരിക്കലും ഒരു കാര്യത്തിന് നിർബന്ധം പിടിക്കരുത്. ഇനി തോറ്റുപോയാൽ വിഷമിക്കുകയും ചെയ്യരുത്. ദിസ് ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. വീണ്ടും വീണ്ടും ട്രൈ ആൻഡ് യു വിൽ സക്സീഡ്. പിന്നല്ലാതെ. ഓക്കെ.